അങ്ങനെ ഇസ്രയേലിൻ്റെ 2 വർഷത്തെ വംശഹത്യ ഗാസയിൽ സ്തംഭിച്ചിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇനി യുദ്ധങ്ങളില്ല എന്ന് പറയുമ്പോഴും ഇസ്രയേലിന് മതിയായില്ല എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെടിനിർത്തലിന് ശേഷവും 9 സാധാരണക്കാരായ പലസ്തീനികളെ ഇസ്രയേൽ വെടിവെച്ച് കൊന്നുകളഞ്ഞു എന്ന് ഇന്നലെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. യു സീസ് ഐ ഫയർ എന്ന ഒരു സ്റ്റാൻഡാണ് ഇസ്രയേൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വെടിനിർത്തുക, ഞങ്ങൾ ആക്രമിക്കും എന്നു തന്നെ പരസ്യമായി പറയുന്നത് പോലെ ഈ വെടിനിർത്തൽ കരാറിലെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കുമ്പോൾ ഗാസയിൽ പൂർണ്ണമായും ഈ യുദ്ധം അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ റഫാ ബോർഡർ തുറന്നുകൊണ്ട് ദിവസവും 600 ട്രക്കുകൾ അതുവഴി കടത്തിവിടുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇത് 2 വിഷയത്തിലും ഇസ്രയേൽ പൂർണ്ണമായും അത് പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലിൻ്റെ സ്വഭാവം അറിയാവുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമൊന്നുമല്ല. എന്നാലും ഇത്രത്തോളം അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെടിനിർത്തൽ കരാറിനെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കുറച്ചുകൂടി നെതന്യാഹുവിൻ്റെ ഡയലോഗുകളും അതുപോലെ അക്രമങ്ങളൊക്കെ കുറവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ ട്രംപിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണെന്ന് നമുക്ക് വ്യക്തവുമാണ്. ട്രംപിന് മിഡിൽ ഈസ്റ്റിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദവും അത് മുഖേന ട്രംപിൻ്റെ സമ്മർദ്ദം കൊണ്ട് നെതന്യാഹു ഒതുങ്ങിയ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഈ പ്രാവശ്യം ഈ റഫാ ബോർഡർ വഴി കടത്തിവിടേണ്ട 600 ട്രക്കുകൾക്ക് പകരം ഇസ്രയേൽ തുടക്കത്തിൽ തന്നെ അതിൽ അലംഭാവം കാണിക്കുകയും ഇപ്പോൾ പറയുന്നത് 300 ട്രക്കുകൾ മാത്രമേ ഞങ്ങൾ കടത്തിവിടുകയുള്ളൂ, 600 കടത്തിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം ഞങ്ങളുടെ ഡെഡ് ബോഡികൾ പൂർണ്ണമായും ഹമാസ് തിരിച്ച് എത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണമാണ്. നമുക്കറിയാം 2 വർഷമായി അതിശക്തമായ അധിനിവേശവും വംശഹത്യയും ഗാസയിൽ ഇസ്രയേൽ കാഴ്ചവെച്ചിട്ടും ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന പുഷ്പം പോലെ 72 മണിക്കൂറുകൾക്കുള്ളിൽ വെടിനിർത്തി 72 മണിക്കൂർ കഴിയുമ്പോൾ ഇസ്രയേൽ സേന 24 മണിക്കൂർ കൊണ്ട് പിന്മാറി 36 മണിക്കൂർ കൊണ്ട് ജീവനുള്ള ബന്ദികളെ റെഡ് ക്രോസ് വഴി ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഭയാനകരമായ ആക്രമണം ഗാസയിൽ ഉടനീളം ഇസ്രയേൽ കാഴ്ചവെച്ചിട്ടും ഡെഡ് ബോഡികളെ ഒന്ന് എടുക്കുവാനും ഡെഡ് ബോഡികൾ സൂക്ഷിച്ച സ്ഥലങ്ങൾ കണ്ടെത്തുവാനും ഹമാസ് പ്രയത്നിക്കുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്ഷ്യൻ സംഘം ഗാസയിലുടനീളം ഹമാസുമൊത്ത് പ്രവർത്തിക്കുന്നു ഡെഡ് ബോഡികൾ കണ്ടെത്താൻ എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ രാത്രി ഞങ്ങളത് കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചതായും ഒരു റിപ്പോർട്ടിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ ഇത്രയും വലിയ ഒരു നരകത്തെ കാഴ്ചവെച്ചിട്ടും അവർക്ക് ഡെഡ് ബോഡി തിരഞ്ഞെടുക്കുവാൻ കണ്ടുപിടിക്കാനുള്ള സമയം പോലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അത് ആരോപിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുകയും അതുപോലെ സീസ്ഫയർ കരാർ ലംഘനം നടത്തുകയും അതുപോലെ ഇത്രയും പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ഗാസയിലുള്ള ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നിഷേധിക്കുന്ന രീതിയിൽ ഞങ്ങൾ വീണ്ടും റഫാ ബോർഡർ അടക്കുകയും ചെയ്യും, ഞങ്ങൾക്കതിനൊരു മടിയുമില്ല എന്ന് ഈ ഭീകരരാഷ്ട്രം വീണ്ടും വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ പതാകയാണ്. ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വന്നിട്ടില്ല. എന്നാൽ ഇവിടെ 100-ൽ പരം രാഷ്ട്രങ്ങൾ UN അംഗീകരിച്ചത് തന്നെ ഉണ്ടായിട്ട് പോലും നിലവിൽ വരാത്ത ഒരു രാഷ്ട്രത്തിൻ്റെ പതാകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാറിപ്പറക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേലിൻ്റെ ഈ വംശഹത്യക്കെതിരെയും ഇത്തരത്തിൽ ഭക്ഷണം തടയുന്നതിനെതിരെയും സമരങ്ങൾ നടക്കുമ്പോഴും ഈ ഭീകരരാഷ്ട്രം തീർച്ചയായും അത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഖത്തറും ഈജിപ്തും അതുപോലെ തുർക്കിയും അടങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റും അടങ്ങുന്ന സംഘം ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഇനി ഗാസയിൽ യുദ്ധമില്ല, മിഡിൽ ഈസ്റ്റിൽ യുദ്ധമില്ല എന്ന ഒരു വലിയ ഒരു പീസ് പ്ലാൻ. ഇത് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടുണ്ടായതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ കരാറ് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെടുന്ന ഈ ഒരു കരാറിനെ പോലും ലംഘിക്കാൻ ജൂത ലോബികൾക്ക്, ജൂതരാഷ്ട്രത്തിന്
ഈ ഭീകരരാഷ്ട്രത്തിന് ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ഇപ്പോഴും ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഗാസയുടെ ഏകദേശം 58% കൂടുതൽ ഇപ്പോഴും ഇസ്രയേൽ സേനയുടെ പക്കലാണെന്ന് നമുക്കറിയാം. അവർ പൂർണ്ണമായും പിന്മാറിയിട്ടില്ല. എന്നാൽ അതുവഴി കടന്നു വരുന്ന സാധാരണക്കാരായ ഫലസ്തീനികൾ നോർത്തിലേക്കും മറ്റും സ്വന്തം വീട് തേടി ഈ സീസ്ഫയറിന്റെ ആനുകൂല്യത്തിൽ വീട് തേടി പോകുന്ന സാധാരണക്കാരെ ഒരു കാരണവും കൂടാതെ വെടിവെച്ച് കൊന്നുകളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കുറ്റകൃത്യമാണ്, സീസ്ഫയർ ലംഘനമാണ് ഇസ്രയേൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ ഷിൻബെറ്റിൻ്റെ ഒരു സംഘം ഗാസയിലുണ്ടെന്നും ഗാസയിൽ സ്പൈ ആയി പ്രവർത്തിച്ചുകൊണ്ട് ചില ആളുകളെ, ഈ കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരെയൊക്കെ ഒരു ഗാസയിലെ സീസ്ഫയർ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഒരു അൽ ജസീറയുടെ ഇതാണെന്ന് തോന്നുന്നു, ഒരു പത്രപ്രവർത്തകനെ ഈ സംഘം കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇസ്രയേലിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഇവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് ഈ വെടിനിർത്തൽ വരുമ്പോഴേക്ക് ഹമാസ് പൂർവാധികം ശക്തിയോടുകൂടി ഗാസയുടെ മണ്ണിൽ അവരുടെ വേഷം ധരിച്ച് തോക്കുധാരികളായി നിൽക്കുന്നത് ഇസ്രയേലിന് തീരെ സഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് മുതൽ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ആ ദിവസം തന്നെ 7000-ഓളം ഹമാസ് ഭടന്മാർ ഗാസയിൽ ഉടനീളം ചാർജ് എടുത്തു എന്നുള്ളതാണ്. ഹമാസിൻ്റെ സെക്യൂരിറ്റി ഓഫീസർമാരും മറ്റും ഒരു വലിയ ഒരു പ്രദേശത്തിൻ്റെ സെക്യൂരിറ്റി, അവിടെ ഇത് നോക്കുവാൻ ഒരു പോലീസോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റി ഓഫീസർമാരോ ഇല്ലാത്തൊരവസ്ഥയുണ്ടാകുമ്പോൾ ആ നാട്ടിൽ അരാജകത്വം ഉണ്ടാകുമെന്ന് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് തന്നെ ഈ കരാറിൻ്റെ തുടക്കത്തിൽ തന്നെ US ഈ ഒരു അംഗീകാരം അവർക്ക് കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് ഇസ്രയേൽ പോലും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇസ്രയേലിന് അത് തികച്ചും വിരളി പോളുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക. അതായത് ഹമാസ് അവരുടെ സ്വന്തം നാട്ടിൽ ഹമാസിൻ്റെ ആളുകൾ ചാർജ് എടുക്കുന്നത് അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ വെടിനിർത്തൽ കരാർ നടപ്പിൽ വരുത്തുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ ബന്ദികളെ പരസ്യമായി ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ട് ആ ഒരു പരിപാടി നടത്തി ഈ സ്റ്റേജുമ്മൽ ബന്ദികളെ കയറ്റി ലോകമാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അവരെയൊക്കെ കൈമാറിയതെങ്കിൽ ഈ പ്രാവശ്യം അത് ഇസ്രയേലിനെ വല്ലാതെ, കാരണം തോക്കുധാരികളായ ആരോഗ്യമുള്ള ഹമാസ് പ്രവർത്തകർ ആരോഗ്യത്തോടുകൂടി ബന്ദികളെ കൈമാറുന്നത് ലോകം കാണുന്നു. അങ്ങനെ ഇസ്രയേലിൻ്റെ ഈ യുദ്ധം കൊണ്ട് ഒരു കാര്യവും ഗാസയിൽ നടന്നിട്ടില്ല. അവരുടെ യുദ്ധലക്ഷ്യമായ ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് തികച്ചും നടന്നിട്ടില്ലെന്ന് ലോക മാധ്യമങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ഇത് ഇസ്രയേൽ പ്രചരിപ്പിക്കുന്ന കള്ളവാദങ്ങൾക്കെതിരാണ്. ഇപ്പോൾ 2 വർഷം യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെന്ന സത്യം ലോകമറിയുന്നത് കൊണ്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ജനങ്ങൾ അറിയുന്ന രീതിയിൽ ഞങ്ങളുടെ ബന്ദികളെ ഇനി കൈമാറരുതെന്ന് ഈ വെടിനിർത്തൽ കരാർ ഈജിപ്തിൽ വെച്ച് ഹമാസും ഇസ്രയേലും ഒപ്പുവെക്കുമ്പോൾ ഉപാധി വെക്കുകയാണ്. അങ്ങനെ പാടില്ല. അതുപോലെ തന്നെ ഈ ഇസ്രയേൽ വിട്ടയക്കുന്ന 2000-ഓളം സാധാരണക്കാരായ അവർ തട്ടിക്കൊണ്ടുപോയ ഫലസ്തീനികൾ വിട്ടയച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലും മറ്റും ഇന്നലെ വീടുകളിലേക്ക് ഇരച്ചു കയറി. അതായത് ഇസ്രയേൽ പുറത്തുവിട്ട സാധാരണക്കാരായി അവർ പിടിച്ചുകൊണ്ടുപോയ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഇവിടെ ഒരാഘോഷവും പാടില്ല എന്ന് താക്കീത് ചെയ്യുകയാണ്. ആ വീട്ടിലെ സാധനങ്ങളും സാമഗ്രികളും നശിപ്പിച്ചു കളയുകയാണ്. തോക്കുധാരികളായ ഈ പട്ടാളക്കാർ, IDF പട്ടാളം, ഭീകരവാദികൾ, ഇവർ ആ നാട്ടുകാരെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവർ ആയുധം പ്രദർശിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്വഭാവമൊക്കെ ഇത് തികച്ചും അധിനിവേശം. ഈ അധിനിവേശം നിർത്തിയാൽ ഞങ്ങൾ ഇസ്രയേലുമായുള്ള ഞങ്ങളുടെ പ്രശ്നവും നിർത്തിക്കഴിഞ്ഞു, ഞങ്ങളുടെ രാജ്യം നിലവിൽ വരുന്ന ദിവസം ഹമാസിനെ വേണമെങ്കിൽ പിരിച്ചുവിടാനും ആയുധം താഴെ വെക്കുവാനും ഞങ്ങൾ തയ്യാറാണെന്ന് അവർ തവണകളായി പറയുകയാണ്. എന്നാലും ഈ ഒരു പീസ് കരാർ ഈ ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരുന്നതിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നതിൽ ഒരു വ്യക്തതയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് കൊടുത്തിട്ടില്ല എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്പെയിൻ വളരെ ശക്തമായാണ് ഇപ്പോൾ സ്പെയിനിൻ്റെ പ്രൈം മിനിസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രയേൽ ഭരണകൂടം ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രിയൊന്നും ICJയുടെ വിചാരണയിൽ നിന്ന്
അവർ അറസ്റ്റ് വാറണ്ടിൽ നിന്ന് ഇല്ലാതാകുന്നില്ല. അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അവർ നടത്തിയ വംശഹത്യക്ക് അവർ അവകാശപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാം ഘട്ട സീസ്ഫയർ കരാർ സംസാരിക്കുമ്പോൾ, അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഫലസ്തീൻ രാജ്യം ഒരു ഇന്റർനാഷണൽ പീസ് ബോഡി ഭരിക്കുക എന്നുള്ളതാണ്. ഇന്നലെ UK പ്രതിനിധിയോട്, വിദേശ പ്രതിനിധിയോട് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി, ഫലസ്തീൻ യുദ്ധാനന്തരം യുദ്ധത്തിന് ശേഷം വിദേശികൾ ഭരിക്കുന്നതിനെ കുറിച്ച്, ടോണി ബ്ലെയർ അടങ്ങുന്ന സംഘം ഭരിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ യുദ്ധത്തിന് ശേഷം ഗാസ പുനർനിർമ്മിക്കേണ്ടതും ഫലസ്തീനികളുടെ നേതൃത്വത്തിലായിരിക്കണം, അതുപോലെ ഫലസ്തീൻ ഭരിക്കേണ്ടതും ഗാസ ഭരിക്കേണ്ടതും ഫലസ്തീനികൾ തന്നെ ആകണമെന്നാണ് UK ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ 20 പോയിന്റ് അടങ്ങിയിരിക്കുന്ന സീസ്ഫയർ കരാർ നിലവിൽ വരുമ്പോഴും ഇതിലെ രണ്ടാം ഘട്ട മെയിൻ പോയിന്റുകൾക്ക് ലോകത്തെ ഒരു പ്രധാന രാജ്യമായ UK തന്നെ എതിര് നിൽക്കുന്ന പരസ്യ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും ശക്തമായ സമ്മർദ്ദം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിലേക്ക് പ്രസിഡന്റിനെ എത്തിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായ സമ്മർദ്ദം ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭീകരവാദിയിൽ ചെലുത്തിയത് കൊണ്ടുകൂടിയാണ് നെതന്യാഹുവിന് മിണ്ടാട്ടമില്ലാതെ ഇത്തരത്തിൽ എല്ലാത്തിനും സമ്മതിക്കേണ്ടി വന്നത് എന്നും നമുക്കറിയാം. ഹമാസ് പോലും ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങളായ ചിലത് അംഗീകരിക്കാതെ തന്നെ ഈ ഒരു 20 ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ബന്ദികളെ വിടലോടുകൂടി യുദ്ധം പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു. രണ്ടാം ഘട്ട സീസ്ഫയർ കരാർ നിലവിൽ വന്നാലും അംഗീകരിച്ചാലും സൈനിട്ടാലും ഇല്ലെങ്കിൽ പോലും യുദ്ധം അവസാനിക്കുന്ന, ഗാസയിൽ ഇനി യുദ്ധങ്ങളില്ല എന്ന വാക്ക് അമേരിക്കൻ പ്രസിഡന്റും മീഡിയേറ്റേഴ്സും അവർക്ക് കൊടുത്തത് കൊണ്ട് മാത്രമായിരിക്കണം അവർ ഇത്തരത്തിൽ 20 ബന്ദികൾ, അവരാവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നാം ഘട്ട കരാർ എന്നോണം 20 ബന്ദികളെയും അതുപോലെ ഇപ്പോൾ ഈ ഡെഡ് ബോഡികളായ 28ഓളം ഇസ്രയേലി ബന്ദികളുടെ ശവശരീരങ്ങളും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സീസ്ഫയർ കരാർ നിലവിൽ വന്നതിന് ശേഷവും ഇനിയും എന്തൊക്കെ കളികളാണ് ഭീകരരാജ്യം കളിക്കുക, ഭീകര പ്രധാനമന്ത്രി കളിക്കുക എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി തന്നെ വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.